Welcome to all. I am Sadish Kumar. നമ്മൾ മൂന്നാമത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. 10th CBSEയുടെ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസുകളാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 conducting wires of the same material and of equal lengths of and equal diameters are first connected in series and then parallel in a circuit across the same potential difference. The ratio of heat produced in series and parallel combination would be എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ട് കണ്ടക്ടിങ് വയേഴ്സ് ഒരേ മെറ്റീരിയല് ഒരേ ലെങ്ത് ആൻഡ് ഒരേ ഡയമീറ്റർ ക്രോസ് സെക്ഷനിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ സെയിം റെസിസ്റ്റൻസ് ഉള്ള സാധനം ആദ്യം എന്ത് ചെയ്യുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ R1 + R2 എന്ന് പറഞ്ഞാൽ 2R ആണ് അല്ലേ. അപ്പോൾ R + R അപ്പോൾ 2R ആൻഡ് ദെൻ പാരലൽ. അപ്പം പാരലൽ ആയപ്പോഴത്തേക്കാണ് 1/R1 + 1/R2 അല്ലേ, അതായത് R/2 ആൻഡ് അക്രോസ് ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരേ വോൾട്ടേജിനോടെ വ്യത്യാസമൊന്നുമില്ല. ദ റേഷ്യോ ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് 2R ഒന്ന് R/2 ആവുന്ന സമയത്ത് ഇത് സീരീസിൽ കണക്ട് ചെയ്യാനും പാരലൽ കണക്ട് ചെയ്താലും ഉള്ള ഹീറ്റിന്റെ പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്താണ് 2 വയേഴ്സ് ആണ്, അതിനകത്ത് എന്താണ് ഐഡന്റിക്കൽ ആണ്. റെസിസ്റ്റൻസ് വിൽ ബി ദ സെയിം. ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ആൻഡ് സീരീസ് 2R ആൻഡ് അടുത്ത ബാലൻസ് R/2 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആദ്യം എന്താണ് V²TR ആണ്, അത് സീരീസിലായിരിക്കും. അപ്പോൾ എന്താണ് 2 പാരലൽ ആകുമ്പോഴോ 2V²TR അല്ലേ. അപ്പോൾ എന്താണ് ഇനി അപ്പോൾ റേഷ്യോ എങ്ങനെയായിരിക്കും? ദ റേഷ്യോ ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് വിൽ ബി ആദ്യത്തെ H സീരീസ് ബൈ H പാരലൽ എന്ന് പറയുന്നതാണ് V²T/2R, അതാണ് സീരീസിന്റെ, ഡിവൈഡഡ് ബൈ 2V²T/R. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? 1:4 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഐഡിയ അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം. ഓക്കെ, താങ്ക് യു.